ഫാസിലൊരിക്കൽ പറഞ്ഞിരുന്നു, മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സീനിൽ ലെങ്തി ഡയലോഗ് പറയണം, ഒന്നുകിൽ നകുലൻ അല്ലെങ്കിൽ കേൾക്കുക, രണ്ടെല്ലാം ഒരാൾ പോയേ പറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നെയ്ക്കഡ് ഡേയിൽ ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ലാല് ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഇടുന്ന പോലെ പുള്ളിക്ക് തോന്നി. ഷോട്ട് കഴിഞ്ഞ ഉടനെ ഫാസിൽ മോഹൻലാലിനോട് ചെന്ന് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി എടുക്കാം, എന്തായിരുന്നു മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു പുള്ളി. അപ്പോൾ പറഞ്ഞു, ഇടയിലിടയിൽ ഒരുപാട് വലിഞ്ഞു പോകുന്ന പോലെ എനിക്കൊരു ഫീല്. ലാൽ പറഞ്ഞെടുക്കാം, എനിക്ക് അറിഞ്ഞൂടാ, പാച്ചിക്ക് ആക്ഷൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ കട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിയത്, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വലിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഫാസിൽ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു, കാരണം പാച്ചിക്ക് ആക്ഷൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ കട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. പിന്നെ മോഹൻലാൽ അല്ല ആ കഥാപാത്രം. അതിൽ പറയുന്ന മൂയോളയിൽ ഞാനത് അട്ട് കണ്ടപ്പോൾ ഓരോ മൊമെൻറ്റും പുള്ളി അഭിനയിക്കുകയായിരുന്നു എന്നാണ്. അതാണ് പുള്ളിയുടെ ഒരു വ്യത്യാസം. സംവിധായകൻ എന്നുള്ള നിലയിൽ മോഹൻലാലിലെ നടൻ എന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരിക്കലും അഭിനയത്തിനോടുള്ള ഒരു കൊതി അല്ലെങ്കിൽ ആ ഇഷ്ടം അതെന്നും വളരെ അതുപോലെ നിൽക്കുകയാണ്. അതാണ് അത്ഭുതകരമായൊരു സംഗതി. ഏത് ജോലിയും കുറേ കാലം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർജ് മാറുക എന്നൊക്കെ പറയില്ലേ, നമുക്ക് അതിനോടുള്ള പിന്നെ അതൊരു ജോലിയായി മാറുന്ന വിധത്തിൽ പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ സന്ദീപ് ബാലകൃഷ്ണനായിട്ട് ഹൃദയപൂർവ്വത്തിൽ ചെയ്യുമ്പോഴും ഓരോ സീനിലും ഓരോ ഷോട്ടിലും പുള്ളി കാണിക്കുന്ന കൃത്യതയുണ്ട്. നമ്മൾ പോലും വിട്ടുപോകുന്ന ചില സംഭവങ്ങൾ ആ ഷോർട്ട് സമയത്ത് പുള്ളി ചെയ്യും. നമ്മളൊരു സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സീനിൽ നമുക്ക് ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കഥാപാത്രം സന്ദീപ് ബാലകൃഷ്ണനായിട്ട് മാറുകയാണ്. ഇത്രയും കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടും മോഹൻലാലിൽ നിന്ന് അതിനൊരു ഒരു കുറവുണ്ടായിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നത് പുള്ളി പണ്ട് പറയാറുള്ളത് ഫുട്ബോൾ കളി പോലെയാണ് അഭിനയം എന്നാണ്, കളിച്ച് കളിച്ച് പഠിക്കുന്നതാണ്. അങ്ങനെ കളിച്ച് കളിച്ച് പഠിച്ചായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയിപ്പിച്ച് കൊതി തീരാത്ത ഒരു നടനാണ് മോഹൻലാൽ.